ഹേ ഓൾ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്യാവശ്യം മഴ കിട്ടിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് നോമ്പൊക്കെ സൂപ്പറായിട്ട് പോയി. ഇനിയുള്ള നോമ്പ് എങ്ങനെയാവും നമുക്കറിയില്ല, അത്രയും ചൂടാണ് നമുക്ക് വരാൻ പോകുന്നത്. പറഞ്ഞു വരുന്നത് ഇവാനുൻ്റെ മേലും എൻ്റെ മേലും അത്യാവശ്യം ചൂടുകുരു വന്നിട്ടുണ്ട്. ഇവിടെ ചൂടുകുരു വന്നാൽ മെയിനായിട്ട് ടിപ്പ് ചെയ്യുക, ഒന്നല്ലെങ്കിൽ തേങ്ങാപ്പാൽ മേത്ത് തേക്കും, അല്ലെങ്കിൽ കലാമിൻ ലോഷൻ. വേറൊരു അടിപൊളി ടിപ്സാണ് പുഴ വെള്ളത്തിൽ, അതായത് നമ്മളെ പുഴയിൽ ഇപ്പോൾ ഉപ്പുവെള്ളമാണ്, കടൽ വെള്ളമാണല്ലോ, അതിലിരുന്ന് കഴിഞ്ഞാൽ ചൂടുകുരൊക്കെ പൊട്ടിപ്പോകുന്നാണ് പറയുക. അത് അത്യാവശ്യം വർക്ക് ആവാറുണ്ട് എനിക്ക്. അത് സിവിയറായിട്ട് പോകുന്നതിനാട്ടി മുമ്പ് തന്നെ പുളിവെള്ളത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം കുറയാറുണ്ട്. അങ്ങനെ ഞാനും ഇവാനും കൂടിയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. പുഴവെള്ളത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട, അത്ര ഇഷ്ടമാണ്. ഇവിടെ അങ്ങോട്ട് 6 പടികളാണ് താഴേക്കിട്ടോ, അതുകൊണ്ട് കുണ്ടും കുഴി അങ്ങനെ ഒന്നും ഇല്ലാത്ത സ്മൂത്തായ പ്ലേസാണ്. പിന്നെ ഇവിടെ നിറയെ ഇപ്പം ചെമ്മീനാണ് കേട്ടോ. പടിയിൽ 2-3 പടി വെച്ചിട്ട് കംപ്ലീറ്റ് അരിപ്പ ചെമ്മീനാണ്. അരിക്കാൻ പറ്റിയ ചെമ്മീനില്ലേ, അതാണ് കേട്ടോ. ഇവാനും ഞാനും എപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും കൂടെ ഫറയും വന്നിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്, വെക്കേഷനെല്ലാം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും 1 വീക്ക് 10 days ഒക്കെ കൂടുമ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് എൻ്റെ പിന്നാലെ തന്നെ ഫുൾ ടൈം ഉണ്ടാവേ. ഞങ്ങളിവിടെ പുഴവെള്ളത്തിലിരിക്കുന്ന നേരത്ത് നമ്മളെ കെട്ടിങ്ങലുള്ള ഹൗസ് ബോട്ടുകളാണ് കേട്ടോ വരുന്നത്. ഇവരെ ടൈം 6 മണി വരെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇപ്പോൾ വെയിൽ അത്യാവശ്യം മാറിയിട്ട് ജസ്റ്റ് ഒരു മഴക്കാറ് മൂടിയ ക്ലൈമറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരുണ്ട്. കുറേ വട്ടമായി അങ്ങോട്ടും ഇങ്ങോട്ട് പോണത്. ഈ ഓടിക്കണ ചേട്ടൻ മെയിനായിട്ട് 3-4 വട്ടം ഞങ്ങളിങ്ങനെ വെള്ളത്തിലിരിക്കുന്ന കണ്ടിട്ടുണ്ടാവും കേട്ടോ. കുറേ നേരമായിട്ട് അക്കരയിൽ ഒരു ചേട്ടൻ ഇങ്ങനെ ബക്കറ്റും പിടിച്ച് നടക്കണ്ടേ. ഞാനിങ്ങനെ ഫോണിൽ സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ചെമ്മീൻ അരിക്കുകയാണെന്ന്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അത്യാവശ്യം ചെമ്മീനുണ്ട്, പക്ഷെ നമുക്ക് അരിക്കണ അരിപ്പ് എൻ്റെ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ അരിക്കാത്തത്. ചൂണ്ടിടാനും പിന്നെ ഉണക്കാനൊക്കെ പറ്റണ ചെമ്മീനാണ്. ചെമ്മീൻ്റെ കാര്യം പറഞ്ഞപ്പോഴാട്ടോ എനിക്ക് ഓർമ്മ വന്നത്, ഇന്നത്തെ നമ്മളെ ഡിഷും ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു വിഭവമാണ് ചെമ്മീൻ കട്ട്ലേറ്റ് ആണ്. ഇത് കടൽ ചെമ്മീനാണ്. ഇന്ന് രാവിലെ ഞാൻ 100 രൂപയ്ക്ക് എനിക്ക് മാത്രമാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവർക്കൊക്കെ ചെമ്മീൻ കഴിക്കാൻ പറ്റാത്ത തരം അലർജിയാണ്. ചെമ്മീൻ അത്യാവശ്യം അലർജി ഉള്ളതാണല്ലോ. അപ്പം എനിക്ക് ഒരാഗ്രഹം തോന്നിയിട്ട് വാങ്ങിച്ചതാണ്. വേറെ ഒന്നല്ല, ചെമ്മീൻ ജസ്റ്റ് ക്ലീൻ ആക്കുക, പിന്നെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പിട്ടിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് സാധാ കട്ട്ലേറ്റ് ഉണ്ടാക്കണ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ചെയ്തതൊക്കെ കൂടിയിട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ വറുത്ത് വെച്ച് ചെമ്മീൻ ഇടുക. പിന്നെ ഇതിൽ ഉരുളക്കിഴങ്ങല്ല ഞാൻ ചേർക്കാറുള്ളത്. എൻ്റെ മുൻപത്തെ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ ഉരുളക്കിഴങ്ങ് കട്ട്ലേറ്റിൽ ചേർക്കില്ല. അതിപ്പോൾ ഡയറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. ബാക്കിയുള്ള സമയത്തും ഉരുളക്കിഴങ്ങ് ചേർക്കാത്ത കട്ട്ലേറ്റ് ഉണ്ടാവില്ലല്ലോ. ഞാനിപ്പോൾ അത്യാവശ്യ ക്വാണ്ടിറ്റിയിൽ റവ എടുത്തിട്ടുണ്ട്, കാരണം ഞാനിനി ഡിന്നർ വേറെ ഒന്നും കഴിക്കുന്നില്ല, ഇതന്നെ വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മളിങ്ങനെ റൗണ്ടാക്കി എടുക്കാം. എൻ്റെ കുറേ ഒന്നും റൗണ്ടായിട്ടില്ല, കാരണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഇനി വേണമെങ്കിൽ ബ്രെഡ് ക്രംസിൽ നമുക്ക് ഡിപ്പ് ചെയ്യാം. ബ്രെഡ് ക്രംസ് ഞാൻ എടുത്തില്ല, മൈദാണല്ലോ. എന്നിട്ട് അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ അപ്പോഴേക്കും കൊടുത്തു ഇവർക്ക്. ഞാൻ ഉള്ളി ബജിയും കുറച്ച് വേറെ ബജികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു തണ്ണിമത്തൻ ജ്യൂസും ആപ്പിളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നേ, അല്ലെങ്കിൽ പിന്നെ 1.5 മണിക്കൂർ വയറ് ഫ്രീ ആവില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് കട്ട്ലേറ്റിന്റെ ഷേപ്പ് പൊട്ടി ഞാൻ പ്രതീക്ഷയിൽ അപ്പുറമായിരുന്നു കേട്ടോ. ടേസ്റ്റ് അടിപൊളിയായിരുന്നു. പറ്റാവുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എത്ര 3-4 നോമ്പ് അങ്ങോട്ട് എടുത്തിട്ടുള്ളൂ. പറയാം 7 നോമ്പൊന്നുമില്ല, 3 4 അതിനപ്പുറത്ത് പോയിട്ടില്ല. ഫറ എല്ലാ ദിവസവും അത്താഴത്തിന് എണിക്കും, 2 മണി വരെ നോമ്പെടുക്കും. അത് കഴിഞ്ഞാൽ അവള് നോമ്പ് മുറിക്കും. ഞാൻ അവളങ്ങനെ ചൂടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ 2 പ്ലേറ്റ് നിറച്ച് കട്ട്ലേറ്റ് എടുത്തതാണ്. ഇപ്പോൾ 1 പ്ലേറ്റ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇപ്പൊ സമയം 12:07 ആയിട്ടുണ്ട്. എൻ്റെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ താഴേക്ക് വന്നതാണ് കേട്ടോ. നോക്കുമ്പോൾ ഫ്രണ്ടിലത്തെ വാതിലൊക്കെ തുറന്നിട്ട് ഇവാന് നിൽക്കുകയാണ്. എനിക്ക് സംഭവം മനസ്സിലായിട്ടില്ല, കാരണം നട്ടപ്പാതിരിയാണല്ലോ. പിന്നീടാണ് മനസ്സിലായത് ഇന്നൊരു ഗസ്റ്റ് വരുന്നുണ്ട്. അതിനിടയ്ക്ക് ഇക്കൊന്ന് വിളിച്ചായിരുന്നു. അപ്പം ഞാൻ ഇക്കട് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും, ഇവിടെ ഒരാൾ വരുന്നുണ്ട്, ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ അനിയത്തി, 2ാമത്തെ അനിയത്തി. വന്നിട്ടുള്ള സമയം 12:30 ആയിട്ടുണ്ട്. ഇപ്പം സമയം വന്നിട്ടുള്ള വേറെ ഒന്നല്ല, അവൾ ഗൾഫിലേക്ക് പോവാണ്. പെട്ടെന്ന് ടിക്കറ്റ് എടുത്തതാണ്. അപ്പോൾ പോകണത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇന്ന് തന്നെ അവൾ തിരിച്ചു പോവും. വരുമ്പോൾ പിന്നെ ഫറക്കി എന്തൊക്കെയോ സാധനങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു, പെൻസിൽ, റബ്ബർ, കട്ടർ. അടുത്ത കൊല്ലത്തിന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഇപ്പം അഡ്വാൻസ്ഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ അവൾ മാത്രമല്ല, അവളെ ബ്രദറും ഉമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓട്ടോയിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവളെ വീട് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ ഇവൾക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേശമ വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ അനിയന്. അവൻ ഫോണിൽ ചാർജില്ലാണ്ട്. ഇവർ
7 മണിക്ക് അങ്ങോട്ട് പോകുന്നതാണ്. ഫറയാണ് കേട്ടോ ജ്യൂസ് കൊണ്ടെടുക്കണം. ഞാനുള്ള കളിയാക്കണ് വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ജ്യൂസായിട്ട് വരുമ്പോൾ മുഖം പൊത്തി പോകുന്നുണ്ട് നാണക്കേടായിട്ട് കേട്ടോ. കുറച്ച് നേരമൊക്കെ സംസാരിച്ച് ഇപ്പോൾ 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും. 1 മണിയൊക്കെ ആവാറായിട്ടുണ്ടാവും. അങ്ങനെ അവർ പോവാണ്. ഇനി വീട്ടിലെത്തുമ്പോൾ ഒരു 3 മണി 4 മണിയൊക്കെ ആവും പുലർച്ചെ. നേരിട്ട് ഫുഡ് കഴിച്ച് കിടന്ന് ഉറങ്ങാം, അത്രയും ലേറ്റായിട്ടാവും എത്തുണ്ടാവും അവിടെ. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് അവർ പോവാണ്. നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളും പോകണം എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കണത്. ഈ നേരമായിട്ടും ഒരാളും ഉറങ്ങിയിട്ടില്ല കേട്ടോ. എല്ലാവരും ഇവളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, വരുന്നുണ്ട് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ വർക്കൗട്ട് കഴിഞ്ഞ് വരുമ്പോഴേക്കൊരു സമാധാനം ഉണ്ടായിരുന്നു, ഇവാനും ഉറങ്ങിയിട്ടില്ലാന്ന്. അങ്ങനെ അവരൊക്കെ പോയി. ഞങ്ങളെല്ലാവരും അകത്ത് കയറി. നമ്മൾ റോഡിൻ്റെ അടുത്ത് കൊണ്ടാക്കാൻ പോയി. അപ്പോഴാണെന്ന് ഫുൾ മൂണ്, റെഡ് മൂണൊന്നല്ല നോർമൽ മൂൺ തന്നെയാണ്, ഫുൾ മൂണ് കണ്ടത് കേട്ടോ. ഉമ്മ പെട്ടെന്ന് കയറിയിട്ട് അവൾക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഫുഡ് പിക്ക് ഇങ്ങനെയാണ്. അപ്പോൾ ഇന്നും പറയണ പോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.